Hello, welcome to this video. Today I just read about Malayalam verses in the Bible. സങ്കീർത്തനം 4 അധ്യായം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവേൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. 4-ാം വാക്യം. നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. 5-ാം വാക്യം. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. 4-ാം അധ്യായത്തിലെ സങ്കീർത്തനം ദൈവം നമുക്ക് വിശാലത വരുത്തും. സമാധാനത്തോടെ കടന്നുറങ്ങുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. സന്തോഷം, അധിക സന്തോഷം. ധാന്യം വീഞ്ഞ് വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആകവേ അതുകൊണ്ട് നമ്മൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനുഭവിപ്പാൻ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. കർത്താവിൽ ആശ്രയം വെപ്പാൻ നമ്മൾ മുതിരണം. ഈ വാക്യങ്ങളാൽ ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ.